കോഴിക്കോട് പേരാമ്പ്രയിൽ കവർച്ചയ്ക്കിടെ അനു എന്ന യുവതിയെ കൊലപ്പെടുത്തിയ മുജീബ് റഹ്മാന്റെ ക്രൂരകൃത്യങ്ങൾ കേട്ട് പോലീസ് പോലും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. മോഷ്ടിച്ച വാഹനങ്ങളിൽ കറക്കം, ബാഗിൽ കവർച്ചയ്ക്ക് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ, പിടിക്കപ്പെട്ടാൽ കേസ് നടത്താൻ ഭാര്യയുടെ സഹായവും, മോഷ്ടിക്കുന്ന സ്വർണം വിൽക്കാനും സഹായികളുണ്ട്. മുജീബിനെതിരെ ഇതുവരെയും കേരള പോലീസ് രജിസ്റ്റർ ചെയ്തത് 57 കേസുകളാണ്. ഇയാളുടെ ക്രൂരകൃത്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. അനുവിനെ കൊലപ്പെടുത്തിയ കേസിൽ 4 ദിവസത്തേക്ക് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി. തെളിവെടുപ്പും വിശദമായ ചോദ്യം ചെയ്യലും ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. പേരാമ്പ്ര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് മുജീബ് റഹ്മാനെ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ബൈക്ക് മോഷ്ടിച്ച മട്ടന്നൂരിലും കൃത്യം നടത്തിയ അല്ലിയോറത്താഴിയിലും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്ന ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. കൊല നടത്തിയ ശേഷം ബൈക്ക് ഉപേക്ഷിച്ച എടവണ്ണപ്പാറയിലും ആഭരണങ്ങൾ വിറ്റ കൊണ്ടോട്ടിയിലും മുജീബിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. മാർച്ച് 11-നാണ് അനുവിനെ വീടിന് സമീപത്തെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാണാതായി 24 മണിക്കൂറിന് ശേഷം വീടിന് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള അല്ലിയറത്തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മുട്ടിന് താഴെ മാത്രം വെള്ളമുള്ള സ്ഥലത്ത് അർദ്ധനഗ്നമായാണ് മൃതദേഹം കിടന്നത്. സ്ഥലത്ത് അസ്വാഭാവിക സാഹചര്യത്തിൽ ചുവന്ന ബൈക്കിൽ ഒരാൾ കറങ്ങിയത് കണ്ടെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയതോടെ ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം സ്വദേശി മുജീബ് റഹ്മാൻ പിടിയിലായത്. പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇയാൾ കൊടും ക്രിമിനലാണ് എന്ന് മനസ്സിലായത്. 57 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മുജീബിനെ അതിസാഹസികമായാണ് അന്വേഷണ സംഘം വീട്ടിൽ നിന്ന് പിടികൂടിയത്. മോഷണത്തിനുപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങൾ, മാല പൊട്ടിക്കാനുള്ളതടക്കം വിവിധ തരം കത്തികൾ, ടോർച്ചുകൾ എന്നിവയെല്ലാം ഇയാൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. പോലീസ് പിടിയിലായാൽ കേസുകൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നത് മുജീബിന്റെ ഭാര്യയുടെ നേതൃത്വത്തിലാണെന്നും പോലീസ് പറയുന്നു. വീട്ടിൽ പോലീസ് എത്തും മുമ്പ് തെളിവ് നശിപ്പിക്കാൻ ഭാര്യ ശ്രമം നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. കൊല നടത്തിയ സമയത്ത് പ്രതി ധരിച്ച വസ്ത്രങ്ങൾ തേടിയാണ് മുജീബ് റഹ്മാന്റെ വീട്ടിൽ പോലീസ് എത്തിയത്. ഇതറിഞ്ഞ് പ്രതിയുടെ ഭാര്യ ചില സാധനങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചു. ഇത് തടഞ്ഞു പരിശോധിച്ചപ്പോഴാണ് വസ്ത്രങ്ങൾ കണ്ടെടുത്തത്. CCTV ദൃശ്യങ്ങളിൽ ഇയാൾ ധരിച്ച പാന്റ് നനഞ്ഞതായി കണ്ടതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ഈ വസ്ത്രങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. മോഷണം, പിടിച്ചുപറി എന്നിവയ്ക്കൊപ്പം സ്ത്രീകളെ തന്ത്രപൂർവ്വം വാഹനത്തിൽ കയറ്റി ആക്രമിച്ച് ബോധം കെടുത്തി ബലാത്സംഗം ചെയ്യുകയും സ്വർണം കവരുകയുമായിരുന്നു പ്രതി പിന്തുടർന്ന രീതി. 2020-ൽ മുക്കം ഓമശ്ശേരിയിൽ വയോധികയെ മർദ്ദിച്ച് ബോധരഹിതയാക്കി ബലാത്സംഗം ചെയ്തിരുന്നു. കവർച്ചാ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് ഇയാൾ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്.